കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യവസായി മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാന കേസ് പുതിയ ഘട്ടത്തിലേക്ക്. PV അൻവർ പങ്കെടുത്ത മാമി തിരോധാന കേസ് വിശദീകരണ പൊതുയോഗം ഇന്ന് വൈകിട്ട് കോഴിക്കോട് നടക്കും. PV അൻവർ MLA-യിൽ പൂർണ്ണ വിശ്വാസമെന്ന് മാമി തിരോധാന ആക്ഷൻ കമ്മിറ്റി മാതൃഭൂമി ന്യൂസിനോട്. അൻവറിന്റെ വെളിപ്പെടുത്തലാണ് കേസിന്റെ തലം മാറ്റിയത്. കേസ് അന്വേഷണത്തിന്റെ തുടക്കം മുതൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായെന്നും അസ്ലം ബക്കർ പറയുന്നു. മാമി കേസിൻ്റെ നാൾവഴികളിൽ ഒരുപാട് അന്വേഷണം അവിടെ മുതൽ ഓരോരോ ഏജൻസി അന്വേഷിച്ചിട്ടും എവിടെ എത്തിയിട്ടില്ലല്ലോ. ഇത് എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ നിൽക്കുന്നു. തലക്കുളത്തൂരിലെ അവസാന തലക്കുളത്തൂരിലാണ് മാമിയുടെ മൊബൈൽ ലൊക്കേഷൻ കണ്ടതെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നിന്നുകൊണ്ടിരിക്കുക. അവിടെ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിച്ചിട്ടില്ല. ആ ഒരു കണ്ടീഷനിലാണ്. അത് ഇന്നും ആ ഒരു ഇതിൽ തന്നെ ഉള്ളത്. അപ്പോൾ ഈ കുടുംബം ഇന്നും പ്രതീക്ഷ, ഈ സഹോദരനടക്കം ഇന്നും പ്രതീക്ഷ എന്താ? മാമി മുഹമ്മദ് ചിലപ്പോൾ കയറി വരുന്ന ഓരോരോ ഞങ്ങൾ മാമി മുഹമ്മദിൻ്റെ എന്താ പറയുക രൂപ സാദൃശ്യമുള്ള ആളുകളെ കാണുമ്പോൾ ഞങ്ങൾ പെട്ടെന്ന് മാമി മുഹമ്മദ് വരികയാണെന്ന് ഞങ്ങൾ കരുതുന്നത്. ആക്ഷൻ കമ്മിറ്റി അടക്കം അതിന് ഈ എന്താണ് ഇദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ ജീവിച്ചിരിപ്പില്ലേ ഒന്നും തന്നെ അറിയാത്തൊരു സ്ഥിതി. ജൂലൈ 9-ാം തീയതി പല സമരങ്ങളും ഞങ്ങൾ നടത്തിയെന്ന് കൂടെ തന്നെ ജൂലൈ 9-ാം തീയതി ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞങ്ങളൊരു നിവേദനം കൊടുത്തു. അപ്പോൾ CM ഞങ്ങൾക്ക് തന്ന ഉറപ്പാണ് ക്രൈംബ്രാഞ്ചിന് അന്വേഷിക്കാൻ. ആ അന്വേഷണം പിറ്റേന്ന് 9 കഴിഞ്ഞ് 10 കഴിഞ്ഞ് 12-ാം തീയതി പുതിയ ഓർഡർ വരികയാണ്. SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മാമി കേസ് അന്വേഷിക്കും. ഓക്കെ, ADGPൻ്റെ ഉത്തരവ് വരികയാണ്. ADGP MR അജിത് കുമാറിൻ്റെ ഉത്തരവ് വരികയാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കും. അപ്പോൾ ഞങ്ങൾ സംശയിച്ചില്ലായിരുന്നു ക്രൈംബ്രാഞ്ചിന് പോകുന്നത് അട്ടിമറിക്കപ്പെട്ടതാണോ എന്ന് സംശയിച്ചില്ലായിരുന്നു. ഞങ്ങൾ ശരിക്കും ഓക്കെ ഞങ്ങൾക്ക് പ്രതീക്ഷയിൽ കുടുംബം എല്ലാം ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഈ ഉത്തരവ് വന്നിട്ട് ഈ ഉത്തരവിൽ എടുത്തു നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ലീഡ് ചെയ്യുന്ന അതായത് നേതൃത്വം കൊടുക്കുന്നത് മലപ്പുറം SP മാത്രം. മലപ്പുറം SP ഉണ്ട്. അദ്ദേഹവും അതുപോലെ തന്നെ കോഴിക്കോട് ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ചിൽ സുരേഷ് സാർ ഒഴികെ ബാക്കി എല്ലാവരും ആരംഭഘട്ടത്തിൽ ഈ കേസ് അന്വേഷിച്ച ആളുകൾ. അന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് SIT രൂപീകരിച്ചത്. ഞങ്ങൾ ഇപ്പോഴും ഇദ്ദേഹത്തിന് എന്താണെന്ന് സംഭവിച്ചത് എന്നുള്ളത് കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. അത് തന്നെ നാളെ വിശദീകരിക്കേണ്ടി വരുന്നത്. ഞങ്ങളിങ്ങനെ ആശങ്കയായിട്ട് ഈ ആക്ഷൻ കമ്മിറ്റിയും മാമി കുടുംബവും നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ തന്നത്, സമരമുഖത്ത് ഇനിയും ഇറങ്ങിയിട്ടൊരു പ്രതീക്ഷ തന്നത് PV അൻവർ MLA. അപ്പോൾ ഈ മാമി വിഷയത്തിൽ അദ്ദേഹം ഞങ്ങളെ കൂടെ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്, ഞങ്ങളെ വിശ്വസിച്ച് നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ എന്താ ഞങ്ങൾക്കറിയില്ല. ക്രൈംബ്രാഞ്ച് അന്വേഷണം പോകുന്നതിൻ്റെ മുമ്പേ ഈ കേസ് അന്വേഷിച്ചിരുന്നത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഒരു ടീമായിരുന്നു. അദ്ദേഹത്തിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് കേസ് തെളിയിച്ച ഒരു റെക്കോർഡുള്ള മനുഷ്യനാണ്, അതൊരു ഓഫീസറാണ്. പക്ഷേ അതെല്ലാം കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് അദ്ദേഹം തന്നെ പറയുകയാണ് ഈ കേസ് CBI അന്വേഷിക്കണം. അപ്പോൾ കേരള പോലീസിൽ വിശ്വാസമില്ലല്ലോ. മിടുക്കരായ ആളുകളെ വരെ എവിടുന്നെങ്കിലും കൺട്രോൾ ചെയ്തിട്ട് ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് ഇപ്പോഴും സംശയം. കഴിഞ്ഞ ദിവസം പോലും മികച്ച ഉയർന്ന പോലീസ് ഓഫീസർമാരോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ അവർ സത്യത്തിൽ ഞങ്ങളോട് പറയാണ് ആ കേസിലേക്ക് ഞങ്ങളൊന്ന് വലിച്ചയക്കേണ്ടെന്ന്. കാരണം പോലീസുകാർക്ക് വരെ ഉയർന്ന പോലീസുകാർക്ക് വരെ ഈ കേസുമായിട്ട് സമീപിക്കാൻ ഒരു പേടിയുള്ളവർ ഞങ്ങൾ സംശയിക്കുക. ഈ കേസ് ഇത്രയും ഒരു എന്താ പറയുക ഇതിൻ്റെ നമ്മൾ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയതിൻ്റെ ആ സമയത്ത് ഞങ്ങൾ ചിന്തിച്ചതിനെക്കാട്ടിലും എത്രയോ അപ്പുറത്താണ് ഈ കേസിൻ്റെ ഒരു രൂപം കിടക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. MLA അദ്ദേഹത്തെ MR അജിത് കുമാറിൻ്റെ പേര് പറയാൻ കാരണം അദ്ദേഹത്തിന് തെളിവുകൾ കിട്ടിയതിൻ്റെ പേരിലായിരിക്കാം. അദ്ദേഹം പല കാര്യങ്ങളിലും ഞങ്ങൾ കൊടുത്തത് കൂടാതെ അദ്ദേഹം പല തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട MLA മാമി വിഷയവുമായിട്ട് ഞങ്ങളോട് സഹകരിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിൽ തികഞ്ഞ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങൾ നിൽക്കുന്നുണ്ട്.